ഇന്നലെ പുലർച്ചയ്ക്ക് ആ സ്വപ്നം കണ്ടത് മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ് വിദ്യാമ്മേ. ഒന്നാമത് നേരിൽ പോയി അന്വേഷിക്കാൻ പറ്റിയ ദൂരത്തിലല്ല ദേവൂട്ടി. അവിടെ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നാ എന്റെ പേടി. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്ദീപ് അവിടെ നിന്ന് വിളിക്കുമായിരുന്നല്ലോ. വിദ്യാമ്മേ, ഇതൊന്നും നമ്മളാരും അറിയണ്ടെന്ന് അയാൾ വിചാരിച്ചെങ്കിലോ? പുലർകാലത്ത് കണ്ട സ്വപ്നമായതുകൊണ്ടാ എനിക്ക് ഇത്രയും ആധി. എന്റെ മോളുടെ വൈകല്യം അവൾക്കൊരു നല്ല ജീവിതം ഇല്ലാതാക്കുമോ എന്നുള്ള ഒരാശങ്കയില്ല ഞാൻ. അകാരണമായ ആശങ്കയും ഭയവും ഒന്നും ദേവൂട്ടിയുടെ കാര്യത്തിൽ വേണ്ട കേട്ടോ. ജീവിതത്തിലെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളെയും അപാരമായ മനക്കരുത്തുകൊണ്ട് അതിജീവിച്ചവളാണ് ദേവൂട്ടി. മൂകാംബിക അമ്മയുടെ ഓമന പുത്രിയാണവൾ. അതുകൊണ്ട് തന്നെ ഏതു പരീക്ഷണ ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അവൾക്കുണ്ടാവും. അവളുടെ കാര്യം ഓർത്ത് ഒട്ടും ഭയപ്പെടരുത്. ആഗ്രഹിച്ചതുപോലൊരു വിവാഹബന്ധം അവൾക്ക് കിട്ടിയെങ്കിലും ദേവൂട്ടിയുടെ ജീവിതം ഇപ്പോഴും ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. അവിടെ സ്വാഭാവികമായും പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സുഗമമായി പോകണമെന്നില്ല. വിശേഷിച്ചും സന്ദീപിന്റെ അമ്മ അവളെ ശത്രുപക്ഷത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നാവും അവൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരിക. അതെ, അങ്ങനെ ഒരു പേടി എനിക്കുണ്ട് വിദ്യാമ്മേ. പുലർച്ചയ്ക്ക് ഈ സ്വപ്നം കൂടി കണ്ടതോടെ അവൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പറഞ്ഞല്ലോ, ദേവൂട്ടിയുടെ കാര്യത്തിൽ ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട. വിധിയുടെ പരീക്ഷണങ്ങൾ അവൾ മറികടക്കുക തന്നെ ചെയ്യും.